എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇക്ഷ്വാകുപുത്രനായ നിമിയുടെ കഥയാണ്. വിദേഹ രാജ്യാധിപതിയായ നിമി ചക്രവർത്തി മഹാദാനധർമ്മിയും യാഗങ്ങൾ നടത്തുന്നതിൽ തൽപരനുമായിരുന്നു. ഒരിക്കൽ നിമി വളരെ കാലം കൊണ്ട് അവസാനിക്കുന്ന ഒരു യാഗം നടത്താൻ നിശ്ചയിച്ച് പിതാവായ ഇക്ഷ്വാകുവിൻ്റെ അനുമതി വാങ്ങി യാഗത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തി ഋഷിവര്യന്മാരെയെല്ലാം ക്ഷണിച്ചു വരുത്തി. തുടർന്ന് കുലഗുരുവായ വസിഷ്ഠൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ 500 വർഷം നീണ്ടു നിൽക്കുന്ന യാഗം നടത്തിത്തരണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ വസിഷ്ഠന് ഈ അവസരത്തിൽ ഇന്ദ്രനു വേണ്ടി ഒരു യാഗം നടത്തി കൊടുക്കേണ്ടതിനാൽ നിമിയുടെ യാഗം 500 വർഷത്തേക്ക് മാറ്റിവയ്ക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ നിമിക്ക് അത് സമ്മതമായില്ല. തിരിച്ച് കൊട്ടാരത്തിലെത്തിയ നിമി ഗൗതമ മഹർഷിയെ ഗുരുവായി വരിച്ച് മറ്റു ഋഷികളുടെ സഹായത്തോടുകൂടി യാഗം നടത്തി. 500 വർഷം കഴിഞ്ഞപ്പോഴേക്ക് വസിഷ്ഠൻ ഇന്ദ്രന്റെ യാഗം അവസാനിപ്പിച്ച് നിമിയുടെ യാഗശാലയിലെത്തി. ഗുരുവര്യൻ വന്നു കാത്തു നിൽക്കുന്ന വിവരം അറിയിക്കുവാനായി ഭൃത്യന്മാർ ഓടിച്ചെന്നെങ്കിലും ഉറക്കത്തിലായിരുന്ന ചക്രവർത്തിയെ ഉണർത്താൻ അവർക്ക് ധൈര്യം വന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ചക്രവർത്തി വരാത്തതിനാൽ കോപിഷ്ഠനായ വസിഷ്ഠൻ ഉഗ്രമൂർത്തിയായി മാറി കൈ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ശപിച്ചു: അല്ലയോ നിമി, നീ നിന്റെ ഗുരുവായ എന്നെ അപമാനിച്ചു. എൻ്റെ ആജ്ഞയെ ധിക്കരിച്ച് നീ യാഗം നടത്തിയതിനാൽ നിന്റെ ദേഹം ആത്മാവിൽ നിന്ന് വേർപെട്ട് നിലം പതിക്കട്ടെ. ഇങ്ങനെ അകാരണമായി കോപിച്ച് ശപിച്ചത് കേട്ടപ്പോൾ ഭൃത്യന്മാർക്ക് ഭയമായി. അവർ ഓടിച്ചെന്ന് ചക്രവർത്തിയെ വിളിച്ചുണർത്തി വിവരങ്ങളെല്ലാം പറഞ്ഞു. നിമി ചക്രവർത്തി ക്ഷണനേരത്തിൽ വന്ന് വസിഷ്ഠന്റെ കാൽക്കൽ വീണ് ക്ഷമായാചനം ചെയ്തു. പക്ഷേ വസിഷ്ഠൻ തൻ്റെ കോപഭാവം വെടിയാതെ നിന്നു. ഇത് കണ്ടപ്പോൾ നിമിക്കും കോപമുണ്ടായി. അദ്ദേഹവും കൈ ഉയർത്തി വസിഷ്ഠന്റെ നേർക്ക് നോക്കി ഇങ്ങനെ ശപിച്ചു: അകാരണമായി കോപിച്ച അല്ലയോ മുനേ, അങ്ങ് ചണ്ഡാളനേക്കാൾ നികൃഷ്ടനാണ്. അതിനാൽ കോപം കലർന്ന നിന്റെ ഈ ശരീരവും ആത്മാവിൽ നിന്ന് വേർപെട്ട് നിലത്തു വീഴട്ടെ. വസിഷ്ഠനും പരിഭ്രമമായി. ശപിക്കപ്പെട്ട അദ്ദേഹം ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു: അല്ലയോ പുത്ര, നിന്റെ പ്രവൃത്തി മഹാസാഹസം തന്നെയാണ്. എങ്കിലും ഞാൻ നിനക്ക് ഒരു ഉപായം പറഞ്ഞു തരാം. നീ മിത്രാവരുണന്മാരുടെ തേജസ്സിൽ കലർന്ന് അവിടെ സ്ഥിരമായി ഇരുന്നു കൊള്ളുക. കുറെ കാലം കഴിയുമ്പോൾ നിനക്ക് തീർച്ചയായും പുനർജന്മം ലഭിക്കും. അപ്പോൾ പൂർവദേഹസ്മരണയും ധർമ്മബോധവും വേദജ്ഞാനവും ഉണ്ടായി നീ സർവപൂജ്യനും സർവജ്ഞാനിയുമായി തീരും. നിമിഷാപം കൊണ്ട് ദേഹം നഷ്ടപ്പെട്ട വസിഷ്ഠന്റെ ആത്മാവ് ബ്രഹ്മാവിനെ നമസ്കരിച്ച് മിത്രാവരുണന്മാരുടെ ആശ്രമത്തിലെത്തി അവരുടെ തേജസ്സിൽ കലർന്നു വസിക്കുകയും യഥാകാലം അഗസ്ത്യനൊപ്പം പുനർജനിക്കുകയും ചെയ്തു. വസിഷ്ഠ ശാപമേറ്റ നിമി ചക്രവർത്തി യാഗശാലയിൽ ചെന്ന് മുനിമാരെ വിവരമറിയിച്ചു. അവർ ഇതികർത്തവ്യമൂഢരായി പരസ്പരം നോക്കി നിൽക്കെ ചക്രവർത്തിയുടെ ദേഹം ആത്മാവിൽ നിന്നടർന്ന് താഴെ വീണു. ഋഷിമാർ ആ ശരീരമെടുത്ത് ഒരു തോണിയിൽ കിടത്തി മന്ത്രങ്ങൾ കൊണ്ടും ഔഷധങ്ങൾ കൊണ്ടും നശിക്കാതെ സൂക്ഷിക്കുകയും യാഗം തുടർന്നു നടത്തുകയും ചെയ്തു. യാഗം അവസാനിച്ചപ്പോൾ ദേവന്മാർ ആഗതരായി. നരദേഹമാണോ ദേവദേഹമാണോ വേണ്ടത് എന്ന് അവർ നിമിയോട് ചോദിച്ചു. ദേവദേഹം മതിയെന്ന് നിമിയുടെ ആത്മാവ് ഉത്തരം പറഞ്ഞു. അതനുസരിച്ച് നിമിയുടെ ആത്മാവിനെ ദേവന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. നിമിയുടെ സംസ്കാര കർമ്മം നടത്തുന്നതിന് വേണ്ടി മുനിമാർ ചുറ്റും കൂടി. പക്ഷേ മാനുഷികമായ ക്രിയകൾക്ക് അധികാരി പുത്രനാണ്. നിമിക്ക് പുത്രനില്ല. അതിനാൽ മുനിമാർ ജീവാവശേഷമായ ശരീരമെടുത്തുകൊണ്ടുവന്ന് ഹോമപൂജാദികൾ നടത്തി ആ ശരീരത്തെ
മന്ത്രപൂർവം കടയുവാൻ തുടങ്ങി. ഉടനെ തന്നെ സർവലക്ഷണയുക്തനായ സാക്ഷാൽ നിമിയെപ്പോലെ തന്നെ തേജോന്മയനായ ഒരു ഉത്തമ പുരുഷൻ അതിൽ നിന്നും ഉത്ഭവിച്ചു. മഥനം കൊണ്ട് ഉത്ഭവിക്കയാൽ കുമാരന് മിഥി എന്ന് പേരിട്ടു. മുനിമാർ ശവശരീരത്തിൽ നിന്നും ജനിപ്പിച്ചെടുത്തതിനാൽ ജനകൻ എന്നും പേരുണ്ടായി. ആത്മാവിൽ നിന്നും വേർപിരിഞ്ഞ ദേഹത്തിൽ നിന്നും ഉണ്ടായവനാകയാൽ മിഥിക്ക് വിദേഹൻ എന്ന മറ്റൊരു പേരുകൂടി ലഭിച്ചു. ഗംഗാതീരത്തിലെ സുപ്രസിദ്ധമായ മിഥില രാജ്യം ഈ ജനകൻ സ്ഥാപിച്ചിട്ടുള്ളതാണ്. സീതയുടെ അച്ഛനായ ജനകൻ ഈ വംശത്തിലുണ്ടായ ഒരു രാജാവാണ്. ഈ വംശത്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും ജനകൻ എന്ന സ്ഥാനപ്പേരോടു കൂടിയാണ് വിളിക്കാറുള്ളത്. ഇക്ഷ്വാകുപുത്രനായ നിമിയുടെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.